പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പൂള വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നല്ലോ. അപ്പൊ ഇന്ന് ഏതായാലും വൈകുന്നേരം ചായക്ക് പൂളയും മത്തി മുളകിട്ടതും ഉണ്ടാക്കല്ല വിചാരിച്ചിട്ട് ഇതാ പൂളൊക്കെ ആയിട്ട് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് തൊലി കളഞ്ഞെടുക്കാണ്ട് എത്ര ഇങ്ങനെ അടർത്തി എടുത്തിട്ടും പൂളന്റെ തോലും ഇങ്ങോട്ട് പോകുന്നിട്ടില്ല. പിന്നെ നമ്മളുടെ തോറ്റ് കൊടുക്കണം. ഞാൻ എന്ത് പണി ഇത് ഫ്രൂട്ട്സ് തൊലി കളയണ പോലാണ്ട് കളഞ്ഞെടുത്തു വിട്ടാ. അല്ല അതിപ്പോ എന്താ ചെയ്യണേ. അപ്പൊ അതിന്റെ ഇടയിൽ പിന്നെ ഞാൻ തൊലി കളഞ്ഞതിന് ശേഷം നല്ലോണം കഴുകിന്റെ ശേഷം ഇതൊക്കെ കട്ടാക്കി എടുക്കാണ്ട് ചെറുതായിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു കൈ നീണ്ടു വന്നില്ല. കെട്ടിയവനാണ് കേട്ടോ. മൂപ്പർക്കുമാണ് ഒരു കഷ്ണം, കുട്ടിക്കുമാണ് ഒരു കഷ്ണം, രണ്ടാൾക്കും ഓരോ കഷ്ണം കൊടുത്തിട്ട് പായിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ അതൊക്കെ കഴുകി എടുത്തതിന് ശേഷം കുക്കറിലേക്ക് പൂളൊക്കെ ഇട്ട് കൊടുത്ത ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിലുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതാ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ തെരഞ്ഞു നോക്കിയിട്ട് വിസിൽ കാണില്ല കേട്ടാ. പിന്നെ അതേപോലെയാണ് വെച്ച് കൊടുത്ത്. ഇനിയിപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം, അല്ലഞ്ഞാൽ ഒറ്റ വിസിലും അത് റെഡി ആയിക്കോളും. ഇനിയിപ്പോൾ അത് കറിക്കുള്ള ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, മഞ്ഞൾ, മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം പുളിയൊക്കെ പിഴിഞ്ഞ് ഒക്കെ ഒഴിച്ച് കൊടുത്ത് അവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മീനൊന്ന് കട്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ കൈമിൽ കവർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ വൈകുന്നേരം ഈ ഒരു മീൻ മുറിക്കുക എന്ന് പറഞ്ഞ പരിപാടിക്ക് ഇഷ്ടേ അല്ല. എത്ര ആയാലും മത്തിയല്ലേ, അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ കവർ ഇട്ടതുകൊണ്ട് പിന്നെ ഏതായാലും ഗ്ലൗസ് ഇട്ടതുകൊണ്ട് ഏതായാലും ആ ഒരു സ്മെല്ലും കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതാ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒഴിക്കണ നേരത്തെ കണ്ടില്ലേ നമ്മളെ മൈമൂന എന്നാണ് കേട്ടോ പൂച്ചൻ്റെ പേര്. മോൾ ഇട്ടതാ തോന്നുന്നു. അവൾ വൈത്തല നടന്നിട്ട് എനിക്ക് നടക്കാൻ പറ്റണ്ട. ഏതായാലും ഓക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊക്കെ നമ്മൾ മുറിച്ചോടൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. ഈ ഒരു വീഡിയോ മോളായിട്ട് എടുത്തു തരുന്നത്. ഓൾ ഇതാ മദർസ്ക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവിടെയൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ ഞാൻ പൂളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പാകത്തിനുള്ള വേവായപ്പോൾ ഒന്ന് ഊറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം. പിന്നെ അത് വറവിട്ടെടുക്കുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. അങ്ങനെ ഇതാ പിന്നെ കറിവേപ്പിലയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് വറവിട്ടെടുത്തിട്ടുണ്ട്. ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടെടുത്താൽ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വറവിടേണ്ട ആവശ്യമില്ല കറിക്ക്. പക്ഷെ എനിക്കിങ്ങനെ പിന്നെ വറവിട്ടെടുത്ത് ഒറ്റയ്ക്ക് തിന്നാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കറിയൊക്കെ നോക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ തക്കാളിയും ഉള്ളിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ഉപ്പൊക്കെ പാകമാക്കി കൊടുത്തിട്ട് അതിന് കുറച്ച് ഞാനിതൊക്കെ ഒരു പിന്നെ പാത്രത്തിലുള്ളത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സമയക്കാർക്ക് ഇഷ്ടമല്ല കേട്ടോ മത്തി മുളക് ഇട്ടത്. അത് അലർജിയാണ്, കാണുന്നതേന് അലർജിയാണ്. അപ്പോൾ അതിന് കുറച്ചാണ് മാറ്റി എടുത്തിട്ടുണ്ട്. മീൻ ഇടണ മുന്നേ എനിക്കുള്ള കാര്യം മാറ്റി വെച്ചാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അതിക്ക് മീനൊക്കെ ഇട്ട് കൊടുത്ത് അത് വെന്ത് റെഡിയാണ്. നേരം കൊണ്ട് ഇതൊക്കെ അതിക്ക് തൂമ്പിക്കാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. ചെറിയ ഉള്ളിയും കറിവേപ്പിലും ഇട്ടൊന്ന് തൂമ്പിച്ചിട്ട് ഇതാ കറി ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കാക്ക എടുത്ത് വെച്ചിട്ടുള്ള ആ കറി ഉണ്ടല്ലോ അതിക്കും ലേശം തൂമ്പിച്ചത് ഒഴിച്ചു കൊടുത്തുട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മീൻ്റെ ആ ഒരു ചോയും കാര്യം ഇല്ലെന്നുള്ളതിനും. പിന്നെ ഇതിപ്പോൾ അതാ ചൂടോട് കൂടിയിട്ട് തന്നെ ആ ഒരു പാത്രം കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് കഴുകിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഗ്യാസ് അടുപ്പും റാക്കും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ്. കാരണം എന്താ രാത്രിക്കത്തേക്ക് നമുക്ക് ചോറ് ഉണ്ടാക്കിയതില്ല കേട്ടോ. അപ്പോൾ ചോറ് ഉണ്ടാക്കണം, ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ ഇതാ ഗ്യാസ് മേലാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പേരിയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കറി നമുക്ക് മീനും മുളക് ഇട്ടതുണ്ടല്ലോ. ഇനിയിപ്പോൾ ഏതായാലും ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിതാ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ.